ജെ അഡ്വാൻസ് 2025 കേരള റാങ്ക് 6ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് മാഹിർ അലി ടി ആണ്. മാഹിർ അലിയുടെ ജെ അഡ്വാൻസ് ഓൾ ഇന്ത്യ റാങ്ക് 645 ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശിയാണ് മാഹിർ. ഫാർമസി എയ്ഡായ സമീർ അലിയുടെയും ടീച്ചറായ ഹഫീജ സമീറിന്റെയും മകനാണ് മാഹിർ. റഹ്മാനിയ HSS കോഴിക്കോടിലായിരുന്നു അദ്ദേഹത്തിന്റെ +2 കാലഘട്ടം. അദ്ദേഹത്തിന്റെ വിജയാഘോഷങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഹായ് ഓൾ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാഹിർ അലിയുടെ വീട്ടിലാണ്. മാഹിർ അലി നമ്മുടെ കോഴിക്കോട് ബ്രില്യൻ്റ് സ്റ്റഡി സെന്ററിന്റെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ഹൈബ്രിഡ് ബാച്ചിൽ 2 ഇയർ പ്രോഗ്രാമിൽ നമ്മളോട് കൂടെ 2 വർഷം പഠിച്ചതാണ്. മാഹിർ അലി ബ്രില്യൻ്റിലേക്ക് എത്തി അല്ലെ? ബ്രില്യൻ്റിലേക്ക് എങ്ങനെയാണ് മാഹിർ അലി എത്തിയത്? ഒരു ഫ്രണ്ടിന്റെ റെക്കമെൻഡേഷൻ വഴിയും പിന്നെ പാരന്റ്സ് ഇങ്ങനെ കണ്ടുപിടിച്ചതാണ് പത്രത്തിൽ പറഞ്ഞിട്ട്. ഒരു എക്സാം സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടാണ് എത്തിയത് പറഞ്ഞു അല്ലേ? എങ്ങനെയായിരുന്നു ഈ ഹൈബ്രിഡ് ക്ലാസ്സുകളൊക്കെ ആദ്യം അറ്റൻഡ് ചെയ്ത സമയത്ത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നു? ഫസ്റ്റ് ഒരു 1-2 മാസം ഓൺലൈൻ ആയിട്ടായിരുന്നു, പിന്നെയാണ് ഓഫ്ലൈൻ തുടങ്ങിയത്. ഫസ്റ്റിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ 10th വരെയൊക്കെ അത്ര കൂടി ഓർഗനൈസ്ഡ് ആയിട്ടല്ലായിരുന്നു പഠിച്ചത്. ബ്രില്യൻ്റിൽ വന്നതിന് ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി, ഒരു കൃത്യമായ അപ്രോച്ചിലൂടെ പഠി. എങ്ങനെയായിരുന്നു ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇതിന് വേണ്ടിയിട്ട്? ഫാമിലി നല്ല സപ്പോർട്ടായിരുന്നു. പാരന്റ്സ് ഒക്കെ, ഫാദർ നാട്ടിലില്ലെങ്കിൽ പോലും നല്ല സപ്പോർട്ടായിരുന്നു. ഫാദറിന്റെ പേരൊക്കെ ഒന്ന്? ഫാദർ സമീർ അലി, ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. മദർ ഹഫീജ, സ്കൂൾ ടീച്ചറായിട്ട്, IT സ്കൂൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ സിബ്ലിങ്സ് ഒക്കെ ആരൊക്കെയാണ് ഉള്ളത്? സിബ്ലിങ്സ് ഒരു ബ്രദർ, ഒരു സിസ്റ്റർ. ബ്രദറിന്റെ പേര് അഫ്ഹാം അലി, അവന് ക്ലാസ് 7th പഠിക്കുന്നു. അനിയത്തി ഹൈസ സഫിയ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. ഓക്കെ. ബ്രില്യൻ്റിലെ ക്ലാസ്സുകളിലൊക്കെ വന്നു. എങ്ങനെയായിരുന്നു എക്സാമുകളിലെ മാർക്കുകൾ? ഫസ്റ്റ് എക്സാം തൊട്ട് നല്ല മാർക്കുകൾ വന്നു? ഫസ്റ്റ് തന്നെ ഏറ്റവും പീക്കിലുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എക്സാംസ് എഴുതിയാണോ മെച്ചപ്പെട്ടത്? ഫസ്റ്റ് അത്ര പീക്കിലൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് ഞാൻ +1 ആദ്യമൊക്കെ അത്ര അങ്ങോട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചിരുന്നില്ല. പിന്നെ +2 ആ ഒരു ട്രാക്കിൽ കയറിയത്. പിന്നെ മാർക്ക് ഇങ്ങനെ മെല്ലെ കൂടി വന്നു അല്ലെ? ഈ മൈനസ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടെക്നിക്കുകളോ, അല്ലെങ്കിൽ ആ സമയം ലാഭിക്കാനുള്ള എന്തെങ്കിലും ടെക്നിക്കുകളോ, മാത്സ് സ്പീഡ് ആക്കാനുള്ള ടെക്നിക്കുകളോ എന്തെങ്കിലും കാണുന്നുണ്ടോ? അങ്ങനെ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. യെസ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാചകം. പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് കട്ടുകൾ കുറവാ തോന്നുന്നു അല്ലെ? ഷോർട്ട് കട്ടുകളിനേക്കാളും ഏറ്റവും കൂടുതലുള്ളത് പ്രാക്ടീസിലൂടെ നമ്മൾ ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യാന്നുള്ളതാണ് മാഹിർ പറയുന്നത്. അപ്പോൾ അത് എല്ലാവരും ഓർമ്മിക്കേണ്ട ഒരു വാക്യമാണ്, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇനി നോക്കുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും എക്സാംസ് എഴുതുമ്പോൾ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാവും അല്ലെ? അപ്സ് ഉണ്ടാവും. ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടും, ചിലപ്പോൾ ഭയങ്കര മാർക്ക് കുറയും. ചിലത് നമ്മൾ അറിയുന്ന പ്രോബ്ലം തന്നെ നമ്മൾ എക്സാമുകളിൽ തെറ്റിക്കും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ പഠിക്കാതെ കുറേ സമയം പോവും. എങ്ങനെയാണ്? ഇനീഷ്യലി ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ ഇനി അടുത്ത എക്സാമിന് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആ ഒരു വിശ്വാസത്തോടെ നന്നായിട്ട് പഠിക്കും. ഓക്കെ. പിന്നെ എങ്ങനെയായിരുന്നു സ്കൂളിന്റെ ഭാഗത്തു നിന്നൊക്കെ? നല്ല സപ്പോർട്ടീവ് ആയിരുന്നു സ്കൂൾ നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ അരുമ മിസ്സിന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ, നല്ല സപ്പോർട്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ കോഴിക്കോട് സെന്റർ? ബ്രില്യൻ്റ് കോഴിക്കോട് സെന്ററിലാണല്ലോ പഠിച്ചത്. അവിടുത്തെ ഹൈബ്രിഡ് ബാച്ച് ആയിരുന്നല്ലോ. ഇതിന്റെ കോർഡിനേറ്റർ അവര് എല്ലാവരുടെയും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ? എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ക്ലാസ് ടീച്ചർ ജിഷ്ണ മിസ്, പി സാർ, സെൻട്രൽ ഇൻചാർജ് ജോർജ് സാർ, എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഞാനവിടെ ഇടയ്ക്കിടയ്ക്ക് റെഫറൻസിന് വന്ന് പഠിക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. മാഹിറിന് അവിടെയും ഇവിടെയൊക്കെ റെഫറൻസിന് എപ്പോഴും കാണാം. അപ്പോൾ എങ്ങനെയായിരുന്നു ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ? സെൻട്രൽ നേരെ ഫാക്കൽറ്റീസിൻ്റെ അടുത്ത് ഡൗട്ട് ക്ലിയർ ചെയ്യോ? അല്ലെങ്കിൽ നമുക്ക് കുറേ സൗകര്യങ്ങളാണല്ലോ ബ്രില്യൻ്റിൽ. ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഫാക്കൽറ്റീസ് ഉണ്ട്. എന്താണ്, ഏത് മെത്തഡോളജിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത്?
ഞാൻ അവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫാക്കൽറ്റീസിന്റെ ഹെൽപ്പ് ആയിരുന്നു റെഫർ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ ആൻസർ കീ നോക്കും, പിന്നെ ആൻസർ കീ നോക്കിയിട്ടും മനസ്സിലായില്ലെങ്കിൽ ഫാക്കൽറ്റീസ് നോക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ സ്വയം ഉത്തരം കണ്ടെത്താനാണ് ആദ്യം ശ്രമിക്കുക അല്ലെ? ആദ്യം മാക്സിമം കിട്ടിയില്ലെങ്കിൽ എവിടെ തെറ്റെന്ന് മനസ്സിലാക്കാൻ നോക്കൂ, പിന്നെ രക്ഷയില്ലെങ്കിൽ പിന്നെ ആൻസർ കീ നോക്കും. നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണുമ്പോൾ ഒരേ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യോ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് ഒരു പാറ്റേണുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തിയറി മനസ്സിലാക്കി പിന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ പാറ്റേണുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിനക്ക് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് വരുന്നത്? വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആണ് പാറ്റേൺ റെക്കഗ്നിഷൻ. നമ്മൾ ആ സിമിലർ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് കുറെ ചെയ്യണം, പിന്നെ കൂടുതൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ മാക്സിമം PYQs ചെയ്യാന്നുള്ളതാണ് ഇതിലേക്ക് എത്താനുള്ള വലിയൊരു മാർഗം അല്ലെ? പിന്നെ മാഹിർ സ്കൂളിൽ നിന്ന് ഒരു വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു പഠന രീതി? കുറേ നേരം ഇരുന്ന് പഠിക്കുമോ, അല്ലെങ്കിൽ ഇന്ന സമയത്ത് ഇത്ര നേരം കൊണ്ട് ഞാൻ ഇത്രയും പഠിച്ചു തീർക്കും എന്നുള്ളൊരു ടൈം ടേബിൾ വെച്ചിട്ടുണ്ടോ? എന്തായിരുന്നു മാഹിറിന്റെ ഒരു പഠന രീതി? ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇത്ര ചെയ്യണം ഒരു ഗോൾ സെറ്റ് ആയിരുന്നു. പക്ഷെ ടൈം റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ല, അത് മാക്സിമം ചെയ്യാൻ നോക്കും ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ. ലീവ് ഡേയ്സിലൊക്കെ എങ്ങനെയാണ് എത്ര നേരം പഠിക്കും എന്നുള്ളതാണ്? അങ്ങനെ മാക്സിമം കഴിയാവുന്നത്ര പഠിക്കും, എന്നാലും ഇത്തിരി ഡിസ്ട്രാക്ട് ഒക്കെ ആയി പോകുമ്പോൾ ഞാൻ ലീവ് ഡേയ്സിൽ മിക്കവാറും റെഫറൻസിന് വരാറാണ് പതിവ്. അപ്പൊ ബ്രില്യന്റ് റെഫറൻസ് ഫെസിലിറ്റി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരാളാണ് മാഹിർ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ തന്നെ ക്ലാസ്സിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ മാഹിർ അവിടെ റെഫറൻസിന് വരുന്നത് കാണാറ്. പഠിക്കുന്ന സമയത്തെ പലപ്പോഴും ഫിസിക്സ് ആണോ കെമിസ്ട്രി ആണോ മാത്സ് ആണോ ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട്? ഫിസിക്സും മാത്സും നല്ല ഇഷ്ടമാണ്, വേണമെങ്കിൽ മാത്സ് ഒരു പഠിക്കും മുകളിലാണ്. അപ്പൊ അതിനായിരുന്നോ കൂടുതൽ സമയം കൊടുത്തത്, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത സബ്ജക്ട് പഠിക്കാനാണ് കൂടുതൽ സമയം കൊടുത്തത്? ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത് മാത്സും കെമിസ്ട്രി ആയിരിക്കും. മാത്സ് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് കുറെ പ്രാക്ടീസ് വേണം. കെമിസ്ട്രി എനിക്ക് ഇത്തിരി ഡിഫിക്കൽട്ട്, എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ആയതുകൊണ്ട് ഇത്തിരി ടൈം സ്പെൻഡ് ചെയ്തു കെമിസ്ട്രി. അപ്പൊ എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കുറച്ചുകൂടി മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നു അല്ലെ? പലർക്കും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആയിരിക്കും കെമിസ്ട്രി, ബട്ട് ഏറ്റവും സ്കോറിംഗ് സബ്ജക്റ്റും കെമിസ്ട്രി ആണ്. അപ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് പഠിച്ചു അല്ലെ? മാത്സിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഹാർഡായിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് മാത്സ് എങ്ങനെയായിരുന്നു മാത്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്? നമ്മുടെ ബ്രില്യന്റിലെ മെറ്റീരിയൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തന്നെയാണോ ചെയ്തത്? ഞാൻ സാധാരണ സ്റ്റഡി മെറ്റീരിയൽ ചെയ്യും, വർക്ക് ബുക്ക് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കും, പിന്നെ ടൈം ഉണ്ടെങ്കിൽ PYQs ചെയ്യും. അപ്പൊ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ആഡ് ആയിട്ടുണ്ടാവും അല്ലെ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ ലൈബ്രറിയിലായാലും ഒത്തിരി ബുക്കൊക്കെ എടുത്ത് മറിച്ച് നോക്കുമ്പോൾ വർക്ക് ബുക്കിലും സ്റ്റഡി മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻസ് വരും. എക്സാംസ് പല ഡിഫിക്കൽട്ടിയിലാണ് ഇടുന്നത്. ഏറ്റവും ഹാർഡസ്റ്റ് മുതൽ ഈസിയസ്റ്റ് വരെയുള്ള മോഡൽ എക്സാംസ് ബ്രില്യന്റ് ഇടാറുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എക്സാമിനേഷൻ പാറ്റേൺ സഹായിച്ചിട്ടുണ്ടോ? നല്ലോണം സഹായിച്ചിരുന്നു. അതിലെനിക്ക് തോന്നുന്നത് ഫിസിക്സിലെ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മെറ്റീരിയലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നത്. എക്സാക്ട് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ, മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ, ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അവിടെയും വന്നു അല്ലെ? അപ്പൊ അത് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടാവും അല്ലെ ക്വസ്റ്റ്യൻ കണ്ട? Brilliant Study Center, India's #1 coaching center for NEET and JEE.